ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, റാഗി ഹൽവ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗിയാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൽ വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് കുതിർത്തെടുത്ത റാഗിയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതും അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ശർക്കര പൊടിച്ചതായിരുന്നു, അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് നന്നായിട്ട് കുതിർത്തെടുത്ത റാഗി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്ത് ഇതിൻ്റെ പാലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഫിൽട്ടർ ഇല്ലെങ്കിൽ തുണി കൊണ്ട് വേണമെങ്കിലും അരിച്ച് അതിൻ്റെ പാല് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം റാഗി ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ പാല് മുഴുവനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വീണ്ടും അടിച്ചെടുത്ത് അതിൻ്റെ പാല് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ വേസ്റ്റ്. നമുക്കിത് കളയേണ്ട ആവശ്യമില്ല, ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. സെയിം മിക്സി ജാറിൽ ഞാൻ 1 കപ്പ് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് തേങ്ങാപ്പാലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. റാഗിപ്പാലും അതുപോലെ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ളത് ശർക്കര പാനിയാണ്. ഞാനിവിടെ 3/4 കപ്പ് ശർക്കര പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പാവ് കാച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റാഗിപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരുന്ന റാഗിപ്പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യാൻ. ഞാനിവിടെ അല്പം മധുരം കുറവാണ്, അതുകൊണ്ട് തന്നെ പാകത്തിന് ശർക്കര പാനി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കരയ്ക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് അടുപ്പത്ത് വെക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. വലിയ ഫ്ലെയിമിലിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതായിരിക്കും. ചെറിയ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 15 മുതൽ 25 മിനിറ്റാണ് ഇതൊരു പാകമായി കിട്ടുന്ന സമയം. ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, എണ്ണയോ നെയ്യോ അതുപോലെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ റാഗി ഹൽവ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഇതുപോലെ കുമിളകൾ വരുന്ന സമയത്താണ് നമ്മുടെ റാഗി ഹൽവ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇനി ഒരു 3 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ആ വലിയ വലിയ കുമിളകളാവുന്ന സമയത്താണ് നമുക്കിത് ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റാഗി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്.
ഇനി നമ്മുടെ റാഗി ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലോട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം, അതൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. വളരെ ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ റാഗി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി റാഗി ഹൽവ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.